ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു നല്ല മോര് കറിയാണ്. ഇത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത്. എന്നാലും ഞാൻ പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് സവോളയുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 6-7 പച്ചമുളക്. അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റുക. നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് 2-3 ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്. നമുക്ക് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലതായിട്ട് അത് വഴന്ന് കിട്ടണം, ആ മുളകും വെളുത്തുള്ളി എല്ലാം. ഇഞ്ചി വേണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവത്തിൽ ഇട്ടിട്ടില്ല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നല്ല 1 കിലോയുടെ ഒരു നല്ല കട്ട തൈര്, അത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതുകൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും. വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കത് സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മോര് കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നമ്മളൊന്ന് നോക്കണം ഇടയ്ക്ക്. ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുത്തായിരുന്നു, പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ താങ്ക് യു.